കള്ളപ്പണം, വാങ്ങിയത് കള്ളപ്പണം, പിന്നെ വിറ്റതും കള്ളപ്പണത്തിന് വാങ്ങുന്നു. വിൽക്കുന്ന ആൾ വാങ്ങുന്ന കള്ളപ്പണം റിസീവ് ചെയ്യുന്നു. 100 രൂപ പോലും അക്കൗണ്ടഡായി കൊടുക്കാത്ത ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ കവടിയാറിൽ വാങ്ങിയ കൊട്ടാര സമുദ്ധമായ ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്. ഈ 2 കാര്യങ്ങൾ മാത്രം മതി ഈ പറയുന്ന ADGP അജിത് കുമാറിനെ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യാൻ സാധിക്കും. 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എടുത്തോട്ടെ. PV അൻവർ നൽകിയ ഈ ഡോക്യുമെന്റുകൾ വെരിഫൈ ചെയ്യണം. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കള്ളാരോപണം നടത്തി നടക്കുന്ന അൻവർ കള്ള ഡോക്യുമെന്റും കൊടുക്കാമല്ലോ, പരിശോധിക്കാം. ആ പരിശോധന നടത്താൻ ഈ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന സമയം എത്രയും അറിയോ നിങ്ങൾക്ക്? 6 മാസം. അതിന് കാരണം എന്താ? ആ അന്വേഷണ റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്താൽ ആ സെക്കൻഡിൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ 30 ദിവസവും കഴിഞ്ഞ് 32ാമത്തെ ദിവസമായി. ഒരു കുലുക്കുമില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്. എവിടെ CPI മിനിയാന്ന് വരെ പറഞ്ഞല്ലോ 30 ദിവസത്തിനപ്പുറം 1 മിനിറ്റ് അപ്പുറത്തേക്ക് പോകാൻ CPI സമ്മതിക്കില്ല. ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ അജിത് കുമാറിനെ മാറ്റി നിർത്തും. അജിത് കുമാറിനെ മാറ്റി നിർത്തിയിട്ട് എന്താ കാര്യം? എന്ത് കാര്യം? ആരാണ് അജിത് കുമാർ? കേരളത്തിലെ പോലീസിന്റെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും ഭരിക്കുന്ന, വിജിലൻസ് ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും SSB ആയാലും എല്ലാ ADGPമാരും ഈ അജിത് കുമാറിന്റെ മൂക്കിന് മുമ്പിൽ ചൂളയിടില്ല. ഇവിടെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയല്ലോ. സംഹാര താണ്ഡവമാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ. ആ സംഹാര താണ്ഡവമാടുന്ന അജിത് കുമാറിനെ CPI പറയുന്നത് പോലെ ഈ കസേരയിൽ നിന്നെടുത്ത് ആ കസേരയിലേക്ക് ഇരുത്തിയാൽ ഒരു കാര്യവുമില്ല.